ഞാൻ ചോദിക്കുന്നത്, അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് ഹിന്ദു ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി, ഈ ഭാരതീയ സംസ്കാരത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ഉള്ള ഈ ഒരു വലിയ ചടങ്ങ്. അതേസമയം വിശ്വാസിയായ രാഹുൽ ഗാന്ധി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ താങ്കൾ പറയുന്നത് അതൊരു രാഷ്ട്രീയ പരിപാടി. അല്ലല്ല, ഞാൻ പറഞ്ഞു, ഞാൻ രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ ക്ഷേത്ര ദർശനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എങ്കിൽ എന്തായാലും നിങ്ങൾ ആ വിഷയം ഇട്ട സ്ഥിതിക്ക് ഞാൻ പറഞ്ഞേക്കാം. അദ്ദേഹം ഭയങ്കര വിശ്വാസിയായ ഹിന്ദുവാണ്, അദ്ദേഹത്തിന് ഭയങ്കര അമ്പലത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇതൊക്കെ പറഞ്ഞു. ഗോപികൃഷ്ണൻ ഇദ്ദേഹം കുറച്ചു കാലം മുമ്പ് ഭാരത് ജോഡോ യാത്ര നടത്തിയല്ലോ. ഈ കേരളത്തിൽ കൂടെ തിരുവനന്തപുരം മുതൽ പാലക്കാട് അങ്ങനെ ഈ ഇതുവഴി അദ്ദേഹം പോയി. ഈ പോകുന്ന വഴിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്, വടക്കുംനാഥ ക്ഷേത്രമുണ്ട്, ഗുരുവായൂർ ക്ഷേത്രമുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഈ മനുഷ്യൻ പോയോ? ഏതെങ്കിലും ഒരു ഈ വിശ്വാസിയായ ഹിന്ദു മഹാക്ഷേത്രങ്ങളാണ് ഇതെല്ലാം. അല്ല, ഞാനൊരു കാര്യം ഇതാരാണ് തീരുമാനിക്കുന്നത്? അതായത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തെ അല്ലല്ല, ഞാൻ ചോദിക്കലല്ല, ഒറ്റ കാര്യം, അതായത് ഇവിടെ ഹിന്ദുക്കൾ ആരാണെന്നും ഹൈന്ദവ വിശ്വാസം ഏത് രീതിയിലായിരിക്കണമെന്നും ആചാരക്രമങ്ങൾ എന്തായിരിക്കണമെന്നും എങ്ങനെയാണ് വിശ്വാസി അയാളുടെ വിശ്വാസം പ്രകടിപ്പിക്കേണ്ടതെന്നും ഒക്കെ തീരുമാനിക്കുന്നത് ഈ രാജ്യത്തെ BJP-കാരാണോ? ഇല്ലില്ല, അല്ലല്ലല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ അദ്ദേഹം കടന്നുപോയ മാർഗങ്ങളിൽ ഇവിടെയുള്ള മഹാക്ഷേത്രങ്ങളിൽ ഒന്നും കയറാതെ അദ്ദേഹം ഇവിടെ വെച്ച് മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ ഞാൻ കയറുന്നു, എനിക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആ വൈരുദ്ധ്യം ചോദ്യം ചെയ്യാനും ആ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാനും എനിക്ക് അവകാശമുണ്ട്. അതൊരു വൈരുദ്ധ്യം പോലുമല്ലല്ലോ, അതൊരു വൈരുദ്ധ്യമായി കാണുന്നതാണ് സാർ ഏറ്റവും വലിയ പ്രശ്നം. അതൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വിശാലമായ മാനത്ത് നിന്ന് കാണാൻ നമ്മളെ പര്യാപ്തമാക്കുന്ന, നമ്മളെ ബോധവാന്മാരാക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോ അദ്ദേഹം കേരളത്തിൽ, ഞാൻ ഇത്രേ പറഞ്ഞു, ഇത് പറയാൻ എനിക്ക് അവകാശമുണ്ട്. ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് അവകാശമുണ്ട്. ആ അവകാശം ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയ ചോദ്യമായി ഞാൻ താങ്കളുടെ മുന്നിൽ വെക്കുകയാണ്. ഒരു പൗരൻ എന്ന നിലയിൽ താങ്കൾക്ക് അതിനുള്ള അഭിപ്രായം എന്താണെന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. അദ്ദേഹത്തിനോട് പറഞ്ഞത്, താങ്കൾ തന്നെ പറഞ്ഞല്ലോ, താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് പ്രവേശനം നിഷേധിച്ചിട്ടില്ല. താങ്കൾ ഒരു 3 മണിക്ക് ശേഷം ആ സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം അനുമതി നൽകുക, എന്നിട്ട് എത്താൻ നേരത്തെ പ്രവേശനം നിഷേധിക്കുക. കാരണം എന്താ പറഞ്ഞത്? അയോധ്യയിലെ ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം മതിയെന്ന്. ഈ രാജ്യത്ത് ഏത് ക്ഷേത്രത്തിലാണ് ചടങ്ങുകൾ അവിടെ നടക്കുകയാണ്? അല്ല, ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ എനിക്കൊന്ന് പറഞ്ഞു, ഈ രാജ്യത്തെ ഏത് ആരാധനാലയത്തിലാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് മറ്റ് ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്? എവിടെയാണ് ഈ രാജ്യത്ത് നിയന്ത്രണം? ഞാനതാ പറഞ്ഞു, ഓരോ സാഹചര്യത്തിനനുസരിച്ച്. ഇന്ന് രാഹുൽ ഗാന്ധിക്ക് മാത്രം ഒരു നിയന്ത്രണമോ? വലിയൊരു പരിപാടിയിൽ പങ്കെടുത്ത വ്യക്തിയാണ് രാഹുൽ ഗാന്ധിക്ക് മാത്രം. അല്ല, അത് ഞാൻ സമ്മതിക്കും. ഞാൻ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് മാത്രം നിയന്ത്രണമോ? അല്ലല്ല, അത് ഭാരതം മുഴുവനുമുള്ള ക്ഷേത്രങ്ങളിൽ പരിപാടികൾ നടന്നിട്ടുണ്ട്. മുൻകൂർ പറയുന്ന കേൾക്കൂ. ആ സാഹചര്യത്തിനനുസരിച്ച് ആ പരിപാടികൾ നന്നായിട്ട് നടന്നു പോകാനുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം അതാത് സ്ഥലത്തെ ക്ഷേത്രങ്ങൾക്കുണ്ട്. അദ്ദേഹത്തിനോട് കയറണ്ടെന്നല്ല പറഞ്ഞത്. താങ്കൾ ഒന്ന് റീഷെഡ്യൂൾ ചെയ്യൂ, അല്ലെങ്കിൽ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോട് വിയോജിച്ചുകൊണ്ട് സർവമത സമ്മേളനവും റാലിയും നടത്താൻ മമതാ ബാനർജിക്ക് അനുമതിയുണ്ട്. അവിടെ സീതാരാമക്ഷേത്രം അവിടെ കർണാടകയിൽ സിദ്ധരാമയ്യ പറയുന്നു, ഞങ്ങൾ പിന്തുടരുന്നത് BJP-യുടെ രാമനെയല്ല, ഗാന്ധിയുടെ രാമനെയാണെന്ന് പറയുന്നു. സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അസമിൽ ഭട്ടദ്രവ സത്രയിൽ ദർശനം നടത്താൻ രാഹുൽ ഗാന്ധിക്ക് സ്വാതന്ത്ര്യമില്ല. അദ്ദേഹത്തോട് പറയുന്നു 3 മണി കഴിഞ്ഞ് വന്നാൽ മതി. കാരണം എന്താ? അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് രാഹുൽ ഗാന്ധിക്ക് ദർശനം നിഷേധിക്കപ്പെടുന്നു. അയോധ്യയിൽ മുഴങ്ങിക്കേട്ട രഘുപതി രാഘവ രാജാറാം തന്നെയാണ് അത് പാടിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി പുറത്തിറങ്ങി പ്രതിഷേധിച്ചത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു? എനിക്കറിയില്ല, താങ്കൾ പറഞ്ഞു തന്നാൽ ഞാനത് മനസ്സിലാക്കാം. പറയുന്ന കേൾക്കൂ. അവിടെ
അവിടെ ഓൾറെഡി വലിയ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലൊരു VIP കൂടെ ചെന്ന് കഴിഞ്ഞാൽ ആ പരിപാടിയെയും രാഹുൽ ഗാന്ധിയുടെ സെക്യൂരിറ്റിയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ ഇന്ത്യയിൽ ഒരിടത്തും റെസ്ട്രിക്ഷനുള്ള കാര്യം വേറെ ഒരിടത്തും ഇതുപോലെ ആൾക്കാർ ആ സമയത്ത് ചെല്ലാൻ ശ്രമിച്ചിട്ടില്ല. സമാധാന പാലനം ആരുടെ ഉത്തരവാദിത്തമാണ് ശ്രീ ഷാബു പ്രസാദ്? സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതിന്റെ അതിൽ അസമിൽ സംസ്ഥാന സർക്കാർ അത് നിർവഹിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ന്യായ് യാത്രയ്ക്ക് നേരെ എങ്ങനെയാണ് BJP പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുന്നത്? എങ്ങനെയാണ് BJP പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുന്നത്? എങ്ങനെയാണ് DCC അധ്യക്ഷന്റെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞല്ലോ ഇവിടെ രാഷ്ട്രീയ യാത്രകളും രാഷ്ട്രീയ പരിപാടികൾ നടക്കുമ്പോൾ അതിനോടുള്ള വിമർശനങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാകും, പലപ്പോഴും ചിലപ്പോൾ ഫിസിക്കൽ സ്ട്രഗിളുകളൊക്കെ ഉണ്ടാകും. ഇതാദ്യമായിട്ടൊന്നും നടക്കുന്നതല്ല. ഈ രാജ്യത്തെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയാണിത്. കോൺഗ്രസ് നടത്തിയാലും BJP നടത്തുമ്പോഴൊക്കെ അതിൻ്റേതായ രീതിയിൽ ഉണ്ടായിട്ടുമുണ്ട്. അത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മുടെ ഇവിടുത്തെ ഈ രാജ്യത്തെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണത്. അതുണ്ടാവാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ സമയത്തും ഉണ്ടായിട്ടുണ്ടാകും. അതിനെ അങ്ങനെ മാത്രം കണ്ടാൽ മതിയത്. അല്ലാതെ അതെല്ലാം കൂടെ നരേന്ദ്രമോദി പേടിച്ച് മൂത്രം ഒഴിച്ച് ഉറക്കം ചെട്ടി എഴുന്നേറ്റ് രാഹുൽ ഗാന്ധിയെ സ്വപ്നം കണ്ട് എന്നൊക്കെ. ശരി, നിങ്ങൾക്ക് സ്വപ്നം കണ്ടോളൂ, നിങ്ങൾക്ക് തീർച്ചയായും അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാനുള്ള അവകാശത്തിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇതൊക്കെയാണ് അതിൻ്റെ അവസ്ഥ. അവിടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പരിപാടിയുടെ നടുവിലേക്ക് രാഹുൽ ഗാന്ധിയെ പോലൊരു VIP കടന്നു ചെന്ന് ഇവിടെ കയറി ചെല്ലുമ്പോൾ അത് ആ പരിപാടിയെയും ബാധിക്കും, രാഹുൽ ഗാന്ധിയെയും ബാധിക്കും. അതൊഴിവാക്കാൻ വേണ്ടി താങ്കൾ ഇത് കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ശരി, ഞാൻ വരാം.